ക്രിസ്തുമസ് അടുക്കുമ്പോൾ തലോർ മേൽപ്പാലത്തിന് താഴെ പുൽക്കൂടൊരുക്കുന്നത് പതിവാണ്. പൊള്ളാച്ചിയിൽ നിന്നുള്ള തമിഴ് സംഘങ്ങൾ വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്ന പുൽക്കൂടുകളാണ് ഇവിടെ ആവശ്യക്കാർക്കായി ഒരുങ്ങിയിരിക്കുന്നത്. ക്രിസ്തുമസ് കാലത്തെ പതിവ് കാഴ്ചകളിൽ ഒന്നാണ് വഴിയോരങ്ങളിൽ തമ്പടിച്ച് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും നിർമ്മിച്ചു വിൽക്കുന്ന തമിഴ് സംഘങ്ങൾ. ഇത്തവണയും ഇവർ പതിവ് തെറ്റിച്ചില്ല. തലൂർ മേൽപ്പാലത്തിന് താഴെയാണ് പൊള്ളാച്ചിയിൽ നിന്നുള്ള 20 പേരടങ്ങുന്ന സംഘം എത്തിയിരിക്കുന്നത്. ഈറ്റയും മുളയും വൈക്കോലും ഉപയോഗിച്ചുള്ള ചെറുതും വലുതുമായി വിവിധ വലുപ്പത്തിലുള്ള പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമാണ് ഇവർ നിർമ്മിക്കുന്നത്. എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്? ഞങ്ങള് 15 வருஷமா இருந்து வர்றோம். 15 வருஷமா இருந்து வர்றோம். இது கிறிஸ்மஸ்க்காக இயேசு இதுக்காக நாங்கள் வந்து செஞ்சுட்டு இருக்கிறோம். ஆனால் அது வந்து நாங்கள் இதுக்கு முன்னையெல்லாம் വ്യാപാരമെല്ലാം നല്ല ഇதாக പോയിട്ട് இருந்துச்சு. இந்த கொரோனா 15 വർഷമായി തുടർച്ചയായി എത്താറുള്ള ഇവർക്ക് കോവിഡ് കാലം മുതൽ കച്ചവടം കുറവാണ്. ഇത്തവണയും കാര്യമായ കച്ചവടം നടക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ വർഷം എങ്ങനെയാണ് തുടങ്ങിയിട്ട് കച്ചവടം ഉണ്ടോ? ഇല്ല, കുറവാണ്. ഇനി ക്രിസ്മസ് അടുത്ത് വരുമ്പോൾ കൂടുതൽ കച്ചവടമാവും. വൈക്കോൽ മേഞ്ഞ കൂടുകളും പനമ്പ് മേഞ്ഞ കൂടുകളും നക്ഷത്രങ്ങളും ഇവർ തയ്യാറാക്കി നൽകുന്നുണ്ട്. കൂട് നിർമ്മിക്കാൻ ആവശ്യമായ മുളകൾ വാങ്ങുന്നത് പാലിയേക്കരയിൽ നിന്ന് തന്നെയാണ്. യുവജനങ്ങളും മുതിർന്നവരും ഉൾപ്പെടെ കുടുംബസഹിതമാണ് ഇവർ പുൽക്കൂടൊരുക്കാൻ എത്തിയിരിക്കുന്നത്. ഏറ്റവും ചെറിയ കൂടുകൾക്ക് 150 രൂപ മുതൽ 500 രൂപയും 600 രൂപയും, ഏറ്റവും വലിയ കൂടുകൾക്ക് 1000 രൂപ വരെയുമാണ് ഇവർ ഈടാക്കുന്നത്. ക്രിസ്തുമസ് ദിവസങ്ങൾ അടുക്കുമ്പോൾ കൂടുതൽ കച്ചവടം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കാത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ലോകം മുഴുവൻ പ്രത്യാശയുടെ ഒരു ആഘോഷമാണ് എന്നതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉപജീവന മാർഗത്തിൽ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിന് വേണ്ടി ഇവർ ഒരുക്കിയ പുൽക്കൂടുകൾ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള തലോർ ബൈപ്പാസിന് താഴെ ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ്. വീടുകളിൽ ക്രിസ്തുമസ് ഒരുക്കുന്നതിന് വേണ്ടി ഈ കൂടുകൾ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോഴാണ് ഇവരുടെ വീട്ടിൽ ക്രിസ്തുമസ് ആഘോഷം കൂടുതൽ പ്രകാശപൂർണമാകുന്നത്, സന്തോഷകരമാകുന്നത്. ക്യാമറമാൻ ഗോവിന്ദനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.